കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ വിജയിച്ച എൽഡിഎഫിന്റെ എ.എം. ആരിഫിനെ പരാജയപ്പെടുത്താൻ സ്ഥാനാർത്ഥികളെ തേടി യു.ഡി.എഫ്. കെ.സി. വേണുഗോപാൽ മത്സരിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. എന്നാൽ കെ.സി. മത്സരിച്ചാൽ അത് ഗുണം ചെയ്യുക ബി.ജെ.പിക്കായിരിക്കും. നിലവിലെ കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാ അംഗത്വം ബി.ജെ.പിക്ക് പോകും. ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി ആലപ്പുഴയിൽ കെ.സി. മത്സരിക്കേണ്ട എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ആലപ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം ആലപ്പുഴയെത്തിയ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്ന സൂചനയാണ് കെ.സി. വേണുഗോപാൽ നൽകിയത്. പ്രവർത്തകരുടെ വികാരം മാനിച്ചു നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാനും. അവരുടെ മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഞാനും. പാർട്ടി തീരുമാനമില്ലാതെ എങ്ങനെ ഞാൻ മത്സരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇതെല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് എടുക്കേണ്ടത്. അവരെല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക. ആ തീരുമാനിക്കുന്ന ഏത് തീരുമാനമാണോ ആ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അതനുസരിച്ച് പ്രവർത്തിക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് കെ.സി. വേണുഗോപാൽ. ഈ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ മത്സരിച്ച് വിജയിച്ചാൽ രാജസ്ഥാനിലെ എം.പി സ്ഥാനം ബി.ജെ.പിക്ക് ലഭിക്കും. അത് കോൺഗ്രസിന് ദോഷം ചെയ്യും. ബി.ജെ.പിക്ക് സീറ്റ് നൽകി ആലപ്പുഴയിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. സമരാജ്ഞയുടെ ഭാഗമായി ആലപ്പുഴയിലെത്തിയ കെ.സി. വേണുഗോപാലിന് വലിയ ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. 3 തവണ നിയമസഭാ അംഗമായും 2 തവണ ലോക്സഭാ അംഗമായും കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ആരിഫിനോട് മത്സരിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് അനുകൂല സാഹചര്യമുണ്ടായിട്ടും കഴിഞ്ഞ തവണ കേരളത്തിൽ ആലപ്പുഴയിൽ നിന്ന് മാത്രമാണ് 10,000-ലധികം വോട്ടുകൾക്ക് ആരിഫ് ജയിച്ചത്. കെ.സി. വേണുഗോപാലിന് പകരം ഷാനിമോൾ ഉസ്മാൻ, എ. ഷുക്കൂർ, അനിൽ ബോസ് ഇവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. 49%-ലധികം ഈഴവ വോട്ടുകളുള്ള ആലപ്പുഴയിൽ ഈഴവ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ അങ്ങനെയെങ്കിൽ ആദ്യ പരിഗണന അനിൽ ബോസിനായിരിക്കും ലഭിക്കുക. ഇതിനിടയിൽ മറ്റു ചില പേരുകൾ കൂടി ഉയർന്നു വരുന്നുവെങ്കിലും വിജയസാധ്യത മുന്നിൽ കണ്ടാവും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.